നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തല്ലിക്കോ, എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. തിരിച്ചു തല്ലാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, എന്റെ സ്നേഹയുടെ സ്നേഹത്തിന് വേണ്ടിയാ ഞാൻ. ഇവൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന എന്നെയാണോ നിങ്ങൾ തല്ലി അകറ്റാൻ നോക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി എത്ര അനുഭവിക്കാനും ഞാൻ തയ്യാറാ. നിങ്ങൾ നിങ്ങളുടെ സ്വാധീനം വെച്ച് നാളെ എന്നെ കൊന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. സ്നേഹ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് അറിയോ? രജിസ്റ്റർ മാരേജ് ചെയ്യണമെന്ന് പറയാൻ, അല്ലാതെ വീട്ടിലേക്ക് തിരികെ പോകുന്നില്ലെന്ന് പറയാൻ. അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക് എന്നെ, എനിക്കും അങ്ങനെ തന്നെയാ. എന്നിട്ട് ഞാനത് ചെയ്യാത്തത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഞാൻ സ്നേഹയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന നിങ്ങളുടെ നിലയും വിലയും എന്നേക്കുമായി പോകുന്നുള്ളത് എനിക്കറിയാം. അത് ഓർത്തു മാത്രമാ ഇപ്പോഴും നിങ്ങളുടെ അനിയത്തി നിങ്ങളുടെ വീട്ടിലുള്ളത്. പൂർണ്ണ സംഭവത്തോടെ നിങ്ങൾ ഇവിടെ എന്നെ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ ഈ താലിയുമായി കാത്തിരുന്നോളാം. മതി നിന്റെ നാടകം. നീ പറയുന്നൊക്കെ ഇവള് വിശ്വസിക്കും. ഞങ്ങളെ അതിന് കിട്ടില്ല. നീ സൂക്ഷിച്ച സ്നേഹേ, ഇവനിതുപോലെ പല കള്ളങ്ങളും പറയും. അത് കേട്ട് മയങ്ങി വീഴുന്നത് പടുകുഴിയിലേക്കാണെന്ന് ഓർത്തോ. നിങ്ങൾക്ക് എന്താ എപ്പോഴും ഇങ്ങനൊരു വർത്തമാനം? നിങ്ങൾക്ക് സച്ചേട്ടനെ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് ധനുഷു. കണ്ടോ, അടികൊണ്ട് ചോര വാർന്നിട്ടും ഇപ്പോഴും പറയുന്നത് എന്നെ എന്റെ സ്നേഹത്തെയും പറ്റിയ. ഈ പറഞ്ഞ നിങ്ങൾ ആരും അല്ലല്ലോ ഇവന്റെ കൂടെ ജീവിക്കുന്നത്, ഞാനല്ലേ. എന്റെ ജീവിതത്തെ പറ്റി എനിക്കില്ലാത്തൊരു പേടിയോ ആശങ്കയും മറ്റാർക്കും വേണ്ട. ധനുഷൊരു വാക്ക് പറഞ്ഞ ഇനി മുതൽ ഞാൻ ഇവിടെ നിൽക്കും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇവനത് പറയില്ല. വിവാഹ സ്വപ്നങ്ങളോട് ജീവിച്ചവരാ ഞങ്ങള്. വിവാഹത്തിനോട് ഒന്നിക്കണമെന്ന ധനുഷിന്റെ ആഗ്രഹം. ആഗ്രഹം അതിനെക്കുറിച്ച് നീ ഞങ്ങളോട് പറയണ്ട. ഇവന്റെ ആഗ്രഹം എന്താന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവന്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിൽ സ്നേഹ എന്ന നീ ഇല്ല. ഉള്ളത് നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്ന സ്ഥാനവും അതുവഴി കിട്ടുന്ന സ്വത്തുക്കളും മാത്രം. പക്ഷെ നിനക്കിത് മനസ്സിലായില്ലെന്ന് കരുതി അതിന്റെ അർത്ഥം ഇവൻ ജയിച്ചു എന്നല്ല. ആ വീട്ടിൽ ഈ നിൽക്കുന്ന ഇവളല്ലാതെ മറ്റാരും നിന്നെ വിശ്വസിക്കില്ല. ഇവള് നീ പറയുന്നൊക്കെ വിശ്വസിച്ചു എന്ന് കരുതി എല്ലാവരും അതുപോലെ അല്ല. ഇവളുടെ തന്നെ നാശം തോണ്ടുവാ. നിനക്കിപ്പോ ഒരു ധാരണ ഉണ്ടാവും ഇവളെ പറഞ്ഞ് പിരികേറ്റി നിന്റെ ആവശ്യം നേടിയെടുക്കാന്ന്. അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കും. ഷാഹിർ മുഹമ്മദ് ധനുഷായ കഥ ഇവള് വിശ്വസിക്കുന്നില്ലെങ്കിലും മറ്റെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന താലിമാലയില്ലേ, തീയിലിട്ടങ്ങ് ചുട്ടരിച്ചേക്കും. സ്നേഹ എന്ന ഇവളെയും ഇവളുടെ പേരിലുള്ള സ്വത്തുക്കളും രണ്ടും നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.